You are watching TV Next. നമ്മുടെ കോളം ഏരിയ മണ്ഡലത്തിലെ ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്നത് നമ്മുടെ ഇപ്രാവശ്യം നമ്മൾ ലേറ്റായിട്ടാണ് നമുക്ക് സ്ഥാനാർത്ഥികളെല്ലാം ഉണ്ടായത്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ രണ്ട് കക്ഷികളെ കാട്ടി മുന്നിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പം ഏകദേശം നമ്മുടെ ഭാഗത്ത് തന്നെ ബാലരാമപുരം പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ തന്നെ നോർത്ത് മേഖലയും സൗത്ത് മേഖലയും രണ്ടായിട്ടാണ് ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. ഈ രണ്ട് മേഖലയിലും ഇപ്പം ഉള്ള നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുവരുകളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു. അതോടൊപ്പം പോസ്റ്ററുകളെല്ലാം ആദ്യത്തെ അഭ്യർത്ഥന നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തുള്ള നടപടികളിലേക്ക് നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം നമ്മുടെ സ്ഥാനാർത്ഥി കാഞ്ഞിരമംഗലം ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഓരോ മേഖലകളായിട്ട് പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥി മുന്നേറുന്നത്. വലിയ ഒരു ജനപിന്തുണയാണ് നമ്മുടെ സ്ഥാനാർത്ഥിക്കുള്ളത്. അതോടൊപ്പം നമ്മുടെ സ്ഥാനാർത്ഥി സുപരിചിതമാണ്. 2016 നമ്മുടെ ഇവിടെ തന്നെ NDA സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ആളാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് നമ്മുടെ പോലുള്ള പ്രവർത്തകരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് അദ്ദേഹം പുലർത്തുന്നത്. അതോടൊപ്പം ജനപിന്തുണയും കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്രാവശ്യം നമ്മളെ വൻ വിജയത്തോടുകൂടി നമ്മൾ ഭരണത്തിൽ വരും എന്നാണ് നമ്മുടെ വിശ്വാസം. അതോടൊപ്പം തന്നെ നേരത്തെ ഇരുന്ന MLA നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ചെറിയ ഒരു എല്ലാം വികസനം ഒരടിപ്പാണ് ഉണ്ടായത്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബാലരാമപുരം റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വികസനം കാരണം ഈ കല്യാണം, അടിയന്തരം, മരണം, ഇതിന് മാത്രമായിട്ട് ഒരു ജനപ്രതിനിധി നമുക്ക് വേണം. നമുക്ക് വികസനമാണ് പ്രധാനം. അതിനുവേണ്ടി നമ്മുടെ തന്നെ നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ MP പറഞ്ഞതുപോലെ മാറ്റം അനിവാര്യം. അപ്പോൾ ആ മാറ്റത്തിന് വേണ്ടി നമ്മൾ NDA സ്ഥാനാർത്ഥികളെ നമ്മുടെ കേരളത്തിലുടനീളമുള്ള NDA സ്ഥാനാർത്ഥികളെ മുഴുവനായിട്ട് വിജയിപ്പിച്ച് നമ്മുടെ തന്നെ സർക്കാർ ഭരണത്തിൽ വരണം. എന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാവൂ. അതിൻ്റെ മുന്നോടിയായിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ നമ്മൾ പിടിച്ചെടുത്തു. കഴിഞ്ഞ മേയർ പറഞ്ഞതുപോലെ നമുക്ക് തന്നെ നമ്മുടെ ഒരു മേയർ നമ്മുടെ പ്രധാനമന്ത്രിയെ വരവേക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെതിരെ നമ്മുടെ തന്നെ നാട്ടിലെ ജനങ്ങൾ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയത്തോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥി TN സുരേഷിനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും എന്നാണ് നമ്മുടെ എല്ലാ വിശ്വാസം. നമസ്തേ. നമുക്ക് TN സുരേഷ് അവർക്കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. വളരെ ജനസമ്മതനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ബൂത്ത് കാര്യങ്ങളും അതുപോലെ നമ്മുടെ എല്ലാ മേഖലയിലുമുള്ള വർക്കുകളും വളരെയധികം ദ്രുതഗതിയിലാണ് നടക്കുന്നത്. വാർഡുപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പോസ്റ്റർ ഒട്ടിക്ക്, ചുവരെഴുത്ത് എല്ലാം വളരെ വേഗം നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പര്യടനമാണെങ്കിലും വളരെ വേഗം നടക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം ട്രിവാൻഡ്രം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അതേപോലെ നമുക്ക് നമ്മളുടെ ഒരു മുഖ്യമന്ത്രി നമ്മളുടെ BJP തന്നെ നമ്മളുടെ കേരളം ഭരിക്കണമെന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾ NDA സഖ്യത്തിൻ്റെ കൂടെ തന്നെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മളതിന് രാപ്പകലില്ലാതെ നമ്മളെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുമെന്നാണ് പറയുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.